കൂട്ടുകാരെ, ഇന്ന് എന്റെ സ്കൂളിൽ ഓണാഘോഷമാണ്. അത് നമുക്കൊന്ന് കാണാം. ബാ. മീനുക്കുട്ടിയുടെ സ്കൂളിലെ ഓണാഘോഷങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ രണ്ടുപേരും പോകാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. അവിടെ സ്കൂളിൽ അവളോടൊപ്പമുള്ള എല്ലാ ഫംഗ്ഷനിലും പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുമാത്രമല്ല, ഒരു വീഡിയോയിലും നമ്മളവിടെ അവളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞങ്ങളും പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇടനില സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഇത് കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അതെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് സ്റ്റേജിന്റെ മുൻവശത്താണ് നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ നേരെ താഴെയാണ് നമ്മൾ പോയി. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സെഷനായിട്ടാണ് സ്റ്റേജ് വന്നിരിക്കുന്നത്. നമ്മുടെ മുൻവശത്തും തൊട്ട് താഴെ ഭാഗത്തായിട്ട് അത് വലിയ സ്റ്റേജാണ്, ഓപ്പൺ സ്റ്റേജാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ അത്തപ്പൂക്കളവും ചെയ്യുന്നതും. പിന്നെ അതല്ല, കുട്ടികളുടെ മത്സരം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തുടങ്ങിയത് pre-KG കുട്ടികളുടെ. അതെ അതെ. പിന്നെ ഇടയ്ക്ക് അത്തം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്തത്തിന്റെ ചെറിയ ടച്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കളികളൊക്കെ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ അത്തം ഒരുങ്ങി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മീനൂട്ടിയുടെ ഗ്യാങ്ങിന്റെ 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ കസേര ചുറ്റലാണ് ഈ നടക്കുന്നത്. ഈ വർഷം എനിക്ക് തോന്നുന്നു നമ്മൾ ആകെ ഈ കസേര ഇറക്കം മാത്രമേ ഇവരുടെ ഒരു കളി എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളൂ അല്ലേ. സമയക്കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടും, അതുപോലെ pre-KG, UKG, LKG 1, 2, 3 അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി വന്നപ്പോൾ ഒരുപാട് സമയം വൈകി കേട്ടോ. പക്ഷേ കുട്ടികളി കുറവായിരുന്നെങ്കിലും ഡാൻസുകൾ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ അവരെ ഡാൻസ് കളിപ്പിക്കുന്നതിന് ടീച്ചർമാർ ഒട്ടും പുറകിലോട്ട് പോയില്ല. എല്ലാ ക്ലാസ്സുകാർക്കും ഒരു ഡാൻസ് എങ്കിലും കളിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്ത് വന്നത്. അതെ അതെ, അവരെല്ലാവരും അവർ സ്വന്തമായിട്ട് തന്നെയാണ് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടത്തിനുള്ള പാട്ടെടുത്ത് അവർ തന്നെയാണ് എല്ലാം ചിട്ടപ്പെടുത്തി സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും നമ്മളവിടെ കാണുകയുണ്ടായി, അത് നമ്മൾ വീഡിയോ എടുക്കാത്തതാണ് കേട്ടോ. നമ്മൾ കാണുകയുണ്ടായി അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് വരെ നമ്മൾ ചില ഡാൻസ്. അതെ, ഒരു കുട്ടികൾ കളിക്കുമ്പോൾ മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്ക് തോന്നി അവർ അപ്പോഴേ ഇങ്ങനെ കളിക്കാന്നൊക്കെ പറഞ്ഞ് സ്റ്റെപ്പ് കണ്ടുപിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ഞങ്ങൾ പറയുന്നതാണ്, നമുക്ക് പാട്ട് ഉൾപ്പെടുത്താൻ കഴിയില്ല, കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ഇതൊന്നും മീനുക്കുട്ടിയുടെ കൂട്ടുകാരിയല്ലേ? മീനുക്കുട്ടിയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് മോളെ അറിയത്തില്ല, പക്ഷെ മോൾ അടിപൊളിയായിട്ട് ഒറ്റയ്ക്കാണ് കളിച്ചത്. ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട് കളിച്ചപ്പോൾ മോൾ ഒറ്റയ്ക്കാണ് കേട്ടോ കളിച്ചത്. മറ്റേ ഓണം മൂഡ്, ഏത് മൂഡ്, ആ പാട്ടാണ് കേട്ടോ കളിക്കുന്നത്. ഏത് മൂഡ്, ഓണം മൂഡ്, ഏത് മൂഡ് ഏതാണെങ്കിലും സൂപ്പർ ആയിരുന്നു. അപ്പൊ അത് എന്തായാലും ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് അതിനെ ഒന്ന് അങ്ങ് മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ മീനുട്ടിയുടെ ഗ്യാങ്ങിന്റെ ഡാൻസ്. മീനൂട്ടിയാണ് ഇവരെ ഡാൻസ് പഠിപ്പിച്ചത്. പലതും പല വഴിക്ക് മീനൂട്ടിയുടെ വഴിക്കും കൂട്ടുകാരുടെ. മീനുക്കുട്ടിക്ക് യൂട്യൂബിൽ കളിച്ചിട്ടുള്ളതുകൊണ്ട് മീനുക്കുട്ടിയെ ഒക്കെ അറിയാമായിരുന്നു. അവർക്ക് ആർക്കും പാട്ടൊന്നും ഇല്ലായിരുന്നു. അവർ സ്വന്തമായിട്ടൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മളാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവര് പാടി കളിച്ചതുണ്ടായിരുന്നു. അവര് ക്ലാസ്സിൽ വെച്ച് നമുക്ക് പാടി കളിച്ചു തന്നായിരുന്നു. പക്ഷെ അതെനിക്ക് എടുക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ പാട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറ്റാത്ത. ഇത് 6ാം ക്ലാസ്. നമ്മൾ ആദ്യക്കൂട്ടൻ അറിയാമായിരിക്കും, നമ്മുടെ ചേച്ചിയിലേക്ക് ചേട്ടത്തിന്റെയും ചേട്ടന്റെ ഒക്കെ അവിടെ മോന്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ അവരുടെ ഡാൻസും ഉണ്ടായിരുന്നു. അത്തപ്പൂവൊക്കെ തയ്യാറാക്കിയ ശേഷം എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ എടുപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ആ കൂട്ടത്തിൽ ഇടക്കിടക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച തന്നെയായിരുന്നു. ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വരികയാണല്ലേ. അന്നത്തെ കാലമൊക്കെ അവർക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ സ്കൂൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ അവർ എൻജോയ് ചെയ്യാനുള്ളതാണ്. അപ്പൊ മീനുക്കുട്ടി മീനുക്കുട്ടി പറഞ്ഞു, അച്ഛാ എന്റെ ഫ്രണ്ട്സിന്റെ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞത് അതെ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമാണ് മീനുക്കുട്ടിയോടൊപ്പം പഠിച്ച എല്ലാ കുട്ടികളും, അതായത് അവള് എത്ര വലുതായാലും അവരെ കുട്ടിക്കാലത്ത് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ അതൊരു പോരായ്മ തന്നെയാണ്. എന്നാലും ഉൾപ്പെടുത്താൻ പറ്റുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്താണ്ട് ഇവിടെ ഫോട്ടോ എടുപ്പും നടക്കുന്നുണ്ട് കേട്ടോ. അത്തപ്പൂക്കളം അപ്പന്റെ അടുത്ത് വെച്ച് ഓരോ കുട്ടികളും നടക്കുന്നുണ്ട്. ഇത്തവണ ഓണാഘോഷത്തിന് രക്ഷകർത്താക്കളും ടീച്ചേഴ്സും എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും ഒത്തിരി കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ വർഷമാണ് കേട്ടോ. പക്ഷേ ഓണക്കളികളെല്ലാം വളരെ കുറവായിരുന്നു. അത് ടൈമിന്റെ പരിമിതി കൊണ്ടും പിന്നെ കുട്ടികളെല്ലാവരും ഡാൻസ് കളിച്ചു. അവരുടെ രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. ഒരു അത്തപ്പൂക്കളം ഇവിടെ ഉള്ളു കേട്ടോ. മെയിനായിട്ട് ഒരൊറ്റ അത്തപ്പൂക്കളം ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സ് മത്സരിച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. അവരവരുടെ പല ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫോട്ടോഷൂട്ട് ആണോ എന്ന് വരെ ആലോചിച്ചു പോയി. ആ രീതി ഓണം മൂഡ് ഫോട്ടോഷൂട്ട് പോലെ ടീച്ചർമാർ മത്സരിച്ച് ഫോട്ടോ എടുക്കും. കുട്ടികൾ വരുമ്പോഴത്തേക്ക് ടീച്ചർമാർക്ക് മാറാനുള്ള ടൈം കിട്ടുന്നില്ല. കുട്ടിയുടെ ഗ്യാങ് കുട്ടികൾ കൊള്ളാമല്ലോ. അത്തപ്പൂക്ക സൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്തം നമ്മൾ നേരെ ഒന്ന് കാണിക്കണമല്ലോ. അപ്പൊ ഞാൻ നമ്മുടെ പൂവിൽ നിന്ന് തന്നെ അങ്ങ് സൂം ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് അത്തത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മുടെ
ഇടനില ഗവൺമെൻറ് UPS അല്ലേ, ഗവൺമെൻറ് UPS ഇടനില സ്കൂളിലെ ഈ വർഷത്തെ 2026 ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട അത്തമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പുഴുവിൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാമായി. അതിനകത്ത് ഫാൻ ഉണ്ടെന്ന് അത് ഞാൻ എപ്പോഴാണ് പിന്നെ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ടൈമായി. നമ്മുടെ മക്കളെ എല്ലാവരെയും ആദ്യമേ അത് നമ്മുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ നല്ലൊരു കാര്യം ഇവിടെ, നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഏറ്റവും താഴെത്തട്ടിലുള്ള കുഞ്ഞു മക്കൾ തൊട്ട് വേണം തുടങ്ങാം. അങ്ങനെ PKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ ടീച്ചേഴ്സ് വിളിച്ചാണ് കയറ്റിയത്. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ നമ്മളെ രക്ഷകർത്താക്കൾ ഇവര് കുട്ടികളൊക്കെ കഴിച്ചെണീറ്റു, രക്ഷകർത്താക്കൾ ഒരു രക്ഷയില്ല. അവിടെ സാറിന് പിന്നെ പറയാൻ പറ്റത്തില്ലോ. നമ്മുടെ ഹെഡ് മാസ്റ്റർ അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെല്ലാവരും വന്നിരുന്ന് ഇല എടുത്തിട്ട് അവരങ്ങോട്ട് വിളമ്പുന്നതിന് മുമ്പേ കയറിയിരുന്ന് അച്ചാറും തൊട്ട് അവർ കഴിപ്പും തുടങ്ങി. അത് ഒരു മോശം അത് നമ്മളൊരു അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് രക്ഷകർത്താക്കളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഏറ്റവും പറഞ്ഞ് നമ്മൾ സദ്യയ്ക്ക് അതിൻ്റെതായ ഒരു ചിട്ടവട്ടമുണ്ട്. ഇലയും കറികളെല്ലാം വിളമ്പിയതിന് ശേഷം മാത്രമേ ഇരിക്കാവൂ എന്ന് പറഞ്ഞാണ് കുട്ടികളെ ഇരുത്തിയത്. അവരങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികൾ എണീറ്റ് പോയ ശേഷം രക്ഷകർത്താക്കൾ അതായത് കുട്ടികൾ കഴിച്ച ഇല എടുക്കാൻ പോലും സമയം കൊടുത്തില്ല കേട്ടോ. അതിന് എന്തായാലും ഇവിടെ ഒരു പാട്ട് പാടക്കവും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റേജിനകത്തായിരുന്നു, ഇവിടുത്തെ ഒരു കുട്ടി സ്റ്റേജ് ഉണ്ട്, അതിനകത്തായിരുന്നു ഫുഡൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഇവിടുത്തെ അധ്യാപകരുടെ രക്ഷകർത്താക്കളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കുറേ ആ സമയം എന്ന് പറഞ്ഞാൽ അവർ ഇതിനായിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതിന് അവരുടെ ആ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ ആ സ്കൂളിലെ ഓരോ സ്റ്റാഫുകളും ഇതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് ഞാൻ അവരെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച അതെ, ആ സ്കൂൾ ഡ്രൈവർ ഉൾപ്പെടെ അല്ലേ, സ്കൂൾ ഡ്രൈവർ ആയാസ് ഉൾപ്പെടെ അവരെല്ലാവരും ഇതിനായിട്ട് അത്രയും എഫേർട്ട് എടുത്താണ് ഈ ഓണാഘോഷം അവർ അത്രയും വമ്പിച്ച ഒരു വിജയമാക്കി മാറ്റി. നമുക്ക് എന്തായാലും പായസവും കിട്ടും കേട്ടോ. സെറ്റായിട്ട് നമ്മൾ എന്തായാലും അടിച്ച് പൊളിച്ച് കഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങാറായി ഗായ്സ്. ഇതാണ് നമ്മുടെ സ്കൂളിലെ ഫ്രണ്ടിലൂടെ ചക്ക കേട്ടോ. ഈ ചക്ക നമ്മളെ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, താങ്ക് യു ഫോർ വാച്ചിങ്.